ചെറുപ്പം മുതലേ മറ്റുള്ളവരെ രക്ഷിക്കണമെന്നും അവർക്ക് നന്മ ചെയ്യണമെന്നുള്ള ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ പള്ളിയിലും പോകില്ല, കുമ്പസാരിക്കുകയില്ലാത്ത ഒരാളുണ്ടായിരുന്നു. ഞാൻ എൻ്റെ വേറൊരു കൂട്ടുകാരനോട് അതിപ്പോൾ എന്നതാണ് നെടുമ്പുറം അച്ഛനാണ്, ഇന്നിപ്പോൾ അദ്ദേഹം ഒരച്ഛനാണ്, കോളേജിൻ്റെ പ്രിൻസിപ്പാളൊക്കെ ആയ ആളാണ്. പുള്ളിയോട് ഞാൻ പറഞ്ഞു, ഇതേമാതിരി ഒരു കൂട്ടുകാരനുണ്ടല്ലോ, നമുക്ക് എങ്ങനെയെങ്കിലും പുള്ളിനെ പിക്കപ്പ് ചെയ്ത് പള്ളി കൊണ്ടുപോകണമല്ലോ എന്ന് പറഞ്ഞു. പുള്ളിയും വരാമെന്ന് പറഞ്ഞു. ഞായറാഴ്ച ഒരു ദിവസം ഞായറാഴ്ച അതിരാവിലെ തന്നെ ഞങ്ങൾ ഇവൻ്റെ വീട്ടിൽ പോയി അവൻ്റെ അമ്മയോടും ബാക്കിയുള്ളവരോടൊക്കെ പറഞ്ഞു, ഞാൻ കൂട്ടുകാരനെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്. വേദപാഠ ക്ലാസ്സിലൊന്നും പുള്ളി പോകണില്ല, മോനെ മക്കളെ നിങ്ങൾ എങ്ങനെയെങ്കിലും കൊണ്ടുപോയി പുള്ളിയെ വേദപാഠ ക്ലാസ്സിലും പള്ളിയിലുമൊക്കെ കുർബാനയ്ക്കുമൊക്കെ ഒന്ന് കൂട്ടാൻ പറഞ്ഞു. അതിനു മുമ്പേ ഞാൻ വികാരി അച്ഛനോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായാലും അവിടെ ചെന്ന് കൂട്ടുകാരനെയും കൂട്ടി വികാരി അച്ഛൻ്റെ അടുത്ത് പോയി. വികാരി അച്ഛന് സന്തോഷമായി. വേദപാഠ ക്ലാസ്സിലൊന്നും വരാത്ത പയ്യനാണ്. അവനെ കൊണ്ടുപോയി അവിടെ കുമ്പസാരിപ്പിച്ചു, കുർബാനയ്ക്ക് കൂടി. പിന്നെ എല്ലാ ഞായറാഴ്ചയും അവൻ പള്ളിയിൽ വരാൻ തുടങ്ങി, വേദപാഠ ക്ലാസ്സിൽ വരാൻ തുടങ്ങി. പിന്നീട് അവൻ KSRTCയുടെ കണ്ടക്ടറായിട്ട് മാറി. പിന്നീട് ഞാൻ കണ്ടത് അതാണ്. ഏതായാലും എനിക്ക് ഇങ്ങനെയുള്ള നന്മ ചെയ്യണമെന്നുള്ള ആഗ്രഹം എൻ്റെ കുഞ്ഞുനാളിലെ ചെറുപ്പകാലത്തുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം, കാരാസ്കരത്തിൻകുരു പാലിലിട്ടാൽ കാലാന്തരെ കയ്പ് ശമിപ്പതുണ്ടോ എന്ന കവിത. അപ്പോൾ അതുകൊണ്ട് ഈ ചെറുപ്പത്തിലുണ്ടായ നല്ല അനുഭവത്തെ ഞാൻ ഓർമ്മ. ഇതൊക്കെ ദൈവീകമായുള്ള അനുഭവമാണ്. പിന്നീട് ഒത്തിരി പേരെ രക്ഷപ്പെടുത്താനും നന്മ ചെയ്യാനും ഒക്കെ എനിക്ക് അവസരം ലഭിച്ചത് ഇങ്ങനെയുള്ള കൊച്ചു ശീലങ്ങളിലൂടെയാണ്. എനിക്ക് പറയാനുള്ള നമ്മുടെ കൊച്ചു മക്കളെയും ഈ നല്ല ശീലങ്ങൾ പഠിപ്പിക്കണം. നന്മ ചെയ്യാനും മറ്റുള്ളവർക്ക് ദാനം ചെയ്യാനും മറ്റുള്ളവരെ രക്ഷിക്കാനുമുള്ള പ്രവണത നമ്മിൽ വളർന്നു വരണം. കർത്താവ് എനിക്ക് നൽകിയ എല്ലാ പ്രചോദനങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.